സംഘർഷം നിലനിന്നിരുന്ന പശ്ചിമേഷ്യയിൽ ജൂൺ 13 വെള്ളിയാഴ്ച രാവിലെ ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാനിലും പ്രമുഖ ആണവ കേന്ദ്രങ്ങളിലും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തോടെ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ്. ഇറാന്റെ സൈനിക മേധാവിയും മുൻനിര ആണവ ശാസ്ത്രജ്ഞന്മാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ കൊല്ലപ്പെട്ടതിനാലും ആണവ ഗവേഷണ വികസന കേന്ദ്രങ്ങൾക്ക് കാര്യമായ നഷ്ടങ്ങളുണ്ടായ റിപ്പോർട്ടുള്ളതിനാലും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഇറാൻ വർഷിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീഷണി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം രാജ്യാന്തര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിൽ വമ്പൻ കുതിപ്പ് ദൃശ്യമാകുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വളർന്ന് രൂക്ഷമായ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുകയും ആഗോള ക്രൂഡ് ഓയിൽ വ്യാപാരപാതയിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള വ്യാപാരം തടസ്സപ്പെടുന്ന സാഹചര്യം ഉരുത്തിരിയുന്ന പക്ഷം രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില തിളച്ചുമറിയും. കാരണം ആഗോള ക്രൂഡ് ഓയിൽ ഉപഭോഗത്തിൻ്റെ 20% വരുന്ന 170 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലും ഖത്തറിൽ നിന്നുള്ള ദ്രവീകൃത പ്രകൃതിവാതകം അഥവാ LNGയുമാണ് ഹോർമുസ് കടലെടുക്ക് വഴി ദിവസവും ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ ലോകരാജ്യങ്ങളിലേക്ക് കപ്പൽ മാർഗം കടന്നു പോകുന്നത്. എന്നാൽ ഹോർമുസ് കടലെടുക്കിൽ വ്യാപാരം തടസ്സപ്പെടുന്ന വിധമുള്ള അതീവ ഗുരുതരാവസ്ഥയിലേക്ക് ഇസ്രായേൽ ഇറാൻ സംഘർഷം വഷളാകുമോ എന്ന് ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമാണെങ്കിലും നിലവിലെ സൂചനകളനുസരിച്ച് അത്തരമൊരു സാഹചര്യത്തിന് സാധ്യത കുറവാണെന്ന് തന്നെയാണ് പ്രമുഖ അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. എങ്ങനെയൊക്കെ ബാധിക്കാം? ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ആഗോള വ്യാപാരം തടസ്സപ്പെടാനുള്ള സാധ്യത നിലവിൽ 7% മാത്രമേ ഉള്ളൂ എന്നാണ് ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ JP Morgan സംഘർഷം ആരംഭിച്ചതിന് ശേഷം പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിസർച്ച് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതേസമയം ഹോർമുസ് കടലെടുക്ക് സംഘർഷഭരിതമായ രാജ്യാന്തര വിപണിയിലെ ക്രൂഡ് ഓയിൽ നിരക്കുകൾ ബാരലിന് $120 മുകളിലേക്ക് വരെ കുതിച്ചുയരും. സ്ഥിതിഗതികൾ തീർത്തും വഷളായാൽ ക്രൂഡ് ഓയിൽ വില റോക്കറ്റ് കണക്കെ കുതിച്ചുയരാമെന്നും $150 നിലവാരമൊക്കെ മറികടക്കാമെന്നും രാജ്യാന്തര വിപണിയിലെ വിവിധ മാർക്കറ്റ് അനലിസ്റ്റുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷം വഷളായാൽ അമേരിക്കയിലെ പണപ്പിരിവ് നിരക്ക് 2.3% നിലവാരത്തിൽ നിന്നും 5% നിരക്കിലേക്ക് വരെ ഉയരാമെന്നും JP Morganന്റെ റിസർച്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. Statistica.com നൽകുന്ന 2023 കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഗൾഫിൽ നിന്നുള്ള US ക്രൂഡ് ഓയിൽ ഇറക്കുമതി 12% ഉള്ളൂ. അങ്ങനെയെങ്കിൽ രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ 85% വിദേശ വിപണികളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെ വ്യാപാരം തടസ്സപ്പെടുന്നത് കനത്ത ആഘാതം ലഭിക്കുന്ന ഘടകമായി മാറാവുന്നതാണ്. കാരണം രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചാൽ നിലവിൽ കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയൊക്കെ പിൻവലിച്ചാകും പെട്രോൾ ഡീസൽ ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങളുടെ ചില്ലറ വിൽപ്പന നിയന്ത്രിക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചേക്കുക. എന്നാൽ രാജ്യാന്തര വിപണിയിൽ വില ക്രമാതീതമായി ഉയർന്നാൽ വില വർധനവിലേക്കോ സബ്സിഡി പോലുള്ള മാർഗ്ഗങ്ങളിലേക്കോ സർക്കാരിന് നീങ്ങേണ്ടി വന്നേക്കാം. ഇവയൊക്കെ രാജ്യത്തിന്റെ കറണ്ട് അക്കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കും. കൂടാതെ ഇത്തരമൊരു ഗുരുതര സാഹചര്യം സംജാതമായാൽ രാജ്യത്ത് നിയന്ത്രണ വിധേയമായിക്കൊണ്ടിരിക്കുന്ന പണപ്പെരുപ്പും ഉയർത്തിവിടാവുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാകും. ഇത് കുറച്ചുകൊണ്ടുവരികയായിരുന്ന പലിശ നിരക്കുകൾ വീണ്ടും വർദ്ധിപ്പിക്കുന്നതിനെ റിസർവ് ബാങ്കിനെ പ്രേരിപ്പിക്കാം. മറുവശത്ത് സർക്കാർ തരത്തിലുള്ള മൂലധന ചെലവിടൽ ചുരുക്കുന്നതിലേക്ക് നയിക്കാം. ഇവയെല്ലാം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ ഗതിവേഗം കുറയ്ക്കാനുള്ള സാഹചര്യത്തിലേക്ക് തള്ളിവിടാമെന്ന് സാരം. ഹോർമുസ് കടലിടുക്ക് അടയുമോ? നിലവിലെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലും അതീവ പ്രാധാന്യമുള്ള രാജ്യാന്തര വ്യാപാരപാതയെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെയാണ് JP Morganന്റെ റിസർച്ച് റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിക്കുന്നത്. അത്തരമൊരു ഗുരുതര സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ വിഷയത്തിൽ ഇടപെടാം. US വമ്പൻ കപ്പൽ വ്യൂഹം മേഖലയിൽ തമ്പടിച്ചിട്ടുള്ളതിനാൽ പ്രത്യേകിച്ചും. അതേപോലെ സൗദി അറേബ്യ, UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും പശ്ചിമേഷ്യയിലെ സംഘർഷം വഷളായി പ്രതികൂലമായി ബാധിക്കും എന്നതിനാൽ ഇറാൻ ഇസ്രായേൽ വിഷയം പരിഹരിക്കാനുള്ള ഊർജ്ജിത ശ്രമങ്ങൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരും. ഈ ഘടകങ്ങളെല്ലാം ഹോർമുസ് കടലിടുക്ക് അടച്ചിടാനുള്ള സാധ്യത അകറ്റി നിർത്തുന്നു. കൂടാതെ സാമ്പത്തികമായി ദുർബലമായി നിൽക്കുന്ന ഇറാന്റെ പ്രധാന വരുമാന സ്രോതസ്സും അടയുന്ന വിഷയം കൂടിയായതിനാൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാരം തടസ്സപ്പെടില്ലെന്ന് തന്നെയാണ് വിദഗ്ധരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. കാരണം ലോകത്തെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ചൈനയാണ് ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ 1/3 വാങ്ങിക്കുന്നത്. എന്തായാലും ഗൾഫ് മേഖല ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളെ കൊണ്ടും തിങ്ങി നിറഞ്ഞതിനായതിനാൽ അവിടെ സംഭവിക്കുന്ന എന്ത് അരക്ഷിതാവസ്ഥയും ഇന്ത്യയെയും ഇവിടുത്തെ സമ്പദ്ഘടനയെ ബഹുതലത്തിൽ പ്രതികൂലമായി സ്വാധീനിക്കാവുന്നതാണ്. അതിനാൽ പശ്ചിമേഷ്യയിൽ തലപൊക്കിയ നിലവിലെ സംഘർഷം വഷളാകാതെ എത്രയും വേഗം കിട്ടണമെങ്കിൽ ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്കും അതേറെ ആശ്വാസകരമായി ഭവിക്കും. അങ്ങനെ തന്നെ ആകുമെന്ന് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.